സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മയൂരിയും കുട്ടി അകത്തേക്ക് പല്ലവി പൂർണിമയും കൂടെ കയറുവാണ്. ആ സമയം സേതു ചായ എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും പൂർണിമ ചോദിച്ചു, എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഓ, അമ്മയായിട്ട് ഇന്ന് വഴക്കടിച്ചിട്ട് വരുന്നതായിരിക്കുമല്ലേ? എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ ലക്ഷ്മിയെ എൻ്റെ ഒരു സഹോദരിയെ പോലെ കണ്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്മി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഞങ്ങളെ ആ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചായയൊക്കെ ആയിട്ട് സേതു അങ്ങോട്ട് വന്നു. അങ്ങനെ ചായ വെച്ചിട്ട് പറഞ്ഞു, ഇതേ ചായ കുടിക്കാൻ പറയാ. പൂർണിമയോട് പറഞ്ഞു, അമ്മയ്ക്ക് മധുരം ഇടാത്ത ചായ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണിമ, എനിക്കറിയാം നീ നന്നായിട്ട് ചായയൊക്കെ ഉണ്ടാക്കുന്ന. പിന്നീട് മയൂരോട് പറഞ്ഞു, മോളെ ചായ എടുത്ത് കുടിക്കുക, ഇവൻ നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറയാ. ശരിക്കും പറഞ്ഞാല് ദേ നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാ ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് മയൂരി ചാടി എഴുന്നേറ്റു. ഏട്ടനെ കിട്ടിയത് ഭാഗ്യമോ? ഇതുപോലൊരു ഏട്ടനെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണം. അത് കേട്ടപ്പോ സേതു ചോദിച്ചു, എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ എങ്ങനെ പറയണ്ടേ? നിങ്ങൾ കാരണം എന്റെ അമ്മയുടെയൊക്കെ ജീവിതം തകർന്നു പോയത്. എങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നാ ഞങ്ങള്. അപ്പോഴേക്കും പൂർണ്ണം വെച്ചു, നിനക്കെന്താ മയൂരി, നിന്റെ അമ്മയുടെ പ്രേതബാധ കൂടിയോന്ന് ചോദിച്ചു. എനിക്കൊരു പ്രേതബാധയും കൂടിയിട്ടില്ല. പക്ഷെ എങ്കിലുണ്ടല്ലോ ഇയാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ദേ എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. നിനക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ സേതുവിനെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം അവനെ. അവൻ എന്റെ മോനാന്ന് പറഞ്ഞു. ആ സമയത്ത് മയൂരി പറഞ്ഞു, എടുത്തോ, മൊത്തത്തോടെ ഞങ്ങൾ എടുത്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴെങ്ങനെയാ ചതിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, മയൂരി ഇത്ര സമയം നീ പറഞ്ഞൊക്കെ കേട്ട് ഞാൻ നിന്നു. പക്ഷെ ഇനി എനിക്കത് പറ്റില്ല. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റിയതാ നീ പറയണേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് തെറ്റാ ചെയ്തേ? അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ അമ്മയെക്കുറിച്ചുള്ള കഥകളൊക്കെ അച്ഛനോട് പറഞ്ഞു കേൾപ്പിച്ച ആരാ? ആ ഹോട്ടൽ മാനസി ഇന്റർനാഷണലിൽ വെച്ച സേതുവേണ്ണല്ലേ പോയി പറഞ്ഞെന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ അതിന് നിന്റെ പപ്പയെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. ദേ വെറുതെ കള്ളത്തരം പറയരുത്. അത് മാത്രല്ല എന്റെ കല്യാണം മുടക്കി ശ്രീകാന്തിനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മയും സേതുവേണ്ണും നമ്മളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ, മകനാന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്റെ വിവാഹം മുടക്കിയല്ലേന്ന് ചോദിച്ചു. ദേ നിന്നോട് ആരെങ്ങനെ പച്ചക്കളമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചേ? എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറയാം. എന്നോട് ഇതൊക്കെ പറഞ്ഞ ആരാന്നറിയോ? എന്റെ പപ്പ തന്നെ എന്നോട് ഇത് പറഞ്ഞത്. എന്നാലും ഇത്രയ്ക്ക് വലിയ ചതി എന്നോട് വേണ്ടിയിരുന്നില്ല. ചേട്ടനാന്ന് പറഞ്ഞിട്ട് കൂടെ നടന്നിട്ട് ഒടുവിൽ പണി തന്നില്ലേ? ഒരു കാലത്ത് നിങ്ങൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. എന്റെ അമ്മയുടെ ഒക്കെ ജീവിതം തല്ലിക്കെടുത്തിയതാ. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ? പിന്നീട് പൂർണിമയോട് പറഞ്ഞു, മകനാന്ന് പറഞ്ഞ് കയറ്റി തലയിൽ വെച്ചോണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഇയാൾക്കാ. ഇയാള് കാരണമെന്ന് പറയാണ്. ഇയാളെ പൊന്നുമരത്തിലെ രാജാവായിട്ട് വാഴിക്കുമെന്ന് പറഞ്ഞല്ലോ, അതാ എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത്. എന്റെ അമ്മയെ ഞാനൊക്കെ എത്ര സന്തോഷത്തെ കഴിഞ്ഞിരുന്ന. ഒടുവില് ഇയാളാണ് ഞങ്ങളുടെ ജീവിതം തല്ലിക്കെടുത്തിയത്. അതും പറഞ്ഞിട്ട് മയൂരി അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോ സേതു പിന്നാലെ നിന്നു. മയൂരി അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റട്ടെ, അവിടെ നിൽക്കാൻ പറയണം. മയൂരി നിന്നില്ല. എന്റെ മനസ്സിലേക്ക് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോകാൻ കരുതിയോ? അവിടെ നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സേതു മയൂരി അവിടെ പിടിച്ചു നിർത്തി. പിന്നീട് സേതു പറഞ്ഞു, മോളെ എനിക്കറിയത്തില്ല നിന്റെ പപ്പയെ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറയണം. പിന്നെ എന്റെ പപ്പ കള്ളം പറയില്ല എന്ന് മയൂരി പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യാം, നീ നിന്റെ പപ്പയെ വിളിച്ചു ചോദിക്കുക, അപ്പ അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് മയൂരി വേണുഗോപാലിനെ വിളിക്കുകയാണ്. വേണുഗോപാലെ വിളിച്ചു. വേണുഗോപാൽ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. അതെ എനിക്കൊരു കാര്യം അറിയണം പപ്പ. കാര്യം എന്താ വെച്ചാ പറ. അത് പപ്പയുടെ അമ്മയുടെ ഒക്കെ ജീവിതം തല്ലിക്കെടുത്തിയത് ആരാ? എനിക്കത് അറിയണം. എന്റെ വിവാഹം മുടക്കിയത് ആരാന്നുള്ള കാര്യം അറിയണം. എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? അതറിയണം പപ്പ എന്ന് പറയാണ്. അത് കേട്ടാൻ പറഞ്ഞു, പൊന്നുംപടത്തിലെ സേതുമാധവൻ എന്ന് വേണുഗോപാല് പറയണം. എന്താ മോളെ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ സേതുവിന് സഹിച്ചില്ല. ആ സമയം മയൂരി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിച്ചു. പെട്ടെന്ന് സേതുമാധവൻ ആ ഫോണും കൂടെ വാങ്ങി. എന്നിട്ട് ചോദിച്ചു, ഞാൻ എപ്പോഴാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. നീ ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഞാനായിരുന്നു മനസ്സിലായില്ലേ സേതുമാധവൻ. ഓഹോ, അപ്പൊ നീ ശബ്ദം മാറ്റി സംസാരിക്കുവാണോ എന്നോട്? നിന്റെ ഈ മിമിക്രി ഒന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ, അതൊന്നും ചെലവാത്തില്ല എന്ന് പറഞ്ഞു. എടാ എന്നോട് കുറച്ച് പൈസ ചോദിച്ചിട്ട് അത് തരാത്തന്റെ ഇതാണോ നിനക്കെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ കുറെ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ശ്രദ്ധിച്ചു, പൈസയോ? ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് പോലില്ല, പിന്നെ ഇങ്ങനെ? വേണ്ട, നീ 5-6 വട്ടം എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നിന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നീ എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട. സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. വേണുഗോപാൽ പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഇങ്ങോട്ടേക്ക് പാടി പോലും കടന്നേക്കല്ലെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കാണണം. ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു ഞാനാണ് ജീവിതം നശിപ്പിച്ചതെന്ന്.
അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് മയൂരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ നിൽക്ക്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല, അത്രമാത്രം. എന്താണെങ്കിലും ഞാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മേലെടുത്ത് വീട്ടിലേക്ക് ഞാനും വരുന്നുണ്ട്. എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി സംസാരിച്ച് ചോദിക്കണം കാര്യങ്ങളൊക്കെ. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് കയറിപ്പോയി. ആ സമയം പൂർണ്ണി പറഞ്ഞു, മോളെ ഒരിക്കലും സേതു അങ്ങനെ ചെയ്യില്ല, സേതുവിന് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം. വരട്ടെ, അറിയാലോ, പപ്പയുടെ മുഖത്ത് നോക്കി ചോദിക്കട്ടെ, അപ്പൊ കാര്യങ്ങളുടെ സത്യാവസ്ഥയ്ക്ക് അറിയാൻ സാധിച്ചേക്കും, ആരാ കള്ളത്തരം പറയണേ ആരാ സത്യം പറയണേന്ന് എന്ന് മയൂരിയും പറഞ്ഞു. ഇതേ സമയത്ത് ഋതു ശ്രീഹരിയൊക്കെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഡോക്ടർ എന്താ പറയണെന്ന് അറിയത്തില്ല. അങ്ങനെ അച്ചുവിനെ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ അങ്ങോട്ട് വരുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കുടുംബത്തിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു ചാടിക്കറി പറഞ്ഞു, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീഹരി പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല ആ കുട്ടി നല്ല പാനിക്കായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ, പ്രഷർ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത് എന്തേലും പ്രശ്നം ഉണ്ടായിരുന്നോന്ന്. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, അത് പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, താമസിച്ചിരുന്ന വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു, അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ വീട് അച്ഛൻ്റെ അച്ഛൻ പണി കഴിപ്പിച്ചാണ്. അച്ഛന് കുടുംബത്തോട് അത്ര സ്നേഹക്കൂടുതലും ഉണ്ട്. അപ്പൊ അതാണ് കാര്യം, സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ട വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പോഴേക്ക് ഋതു ചോദിച്ചു, അതാണോ ഡോക്ടർ കാര്യം, അതുകൊണ്ടാണോ അച്ഛന് ഇങ്ങനെ തലകറക്കമൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി പ്രഷർ വേരിയേഷനും കാര്യങ്ങളും ഉണ്ടെന്നുള്ളൂ, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീഹരി പറഞ്ഞ, ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണോ കാര്യം, അതത്ര കാര്യമാക്കേണ്ട ഇല്ലാന്ന് പറയണ, അത് ഈ സമയത്ത് ഉണ്ടാകുന്നതെന്ന് പറയണ. അത് കേട്ടപ്പം ഋതുവും ശ്രീഹരി പരസ്പരം നോക്കണം. എന്താ ഡോക്ടറെ, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല, ആ കുട്ടി ക്യാരിങ് ആന്ന് പറയണം. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഋതുവിനും ശ്രീഹരിക്കും കൂടെ. അപ്പോഴേക്കും ഇവിടെ അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ശ്രീഹരി പോയി കെട്ടിപ്പിടിക്കണം അച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ശ്രീഹരിയുടെ, തനിക്കും അച്ഛനൊരു കുഞ്ഞു വേണം എന്നുള്ള, അങ്ങനെ കുഞ്ഞെന്നുള്ള ആ മോഹം അതങ്ങനെ ഒടുവില് സബലമാവണം. അതിന്റെ ഒരു സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, അതെ ഇച്ചിരി അനീമിക്കാണ്, അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, മെഡിസിനും കാര്യങ്ങളൊക്കെ തരാന്നൊക്കെ പറഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കുറെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന്. അങ്ങനെ എല്ലാം കാര്യങ്ങളും സംഭവിച്ചിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങണത്. ഇതേ സമയത്ത് സേതു പോയി റെഡിയാണ് സമയത്ത് അവിടെ ഇരുന്നൊരു കത്തിയൊക്കെ എടുത്ത് അരക്കി തിരികെ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ സേതു പുറത്തേക്ക് ഇറങ്ങി വന്ന് നീ മയൂരോട് പോകാന്ന് പറയണം. അപ്പോഴേക്കും പല്ലി പറഞ്ഞ്, ഞാനും വരുന്നുണ്ട് സേതുട്ട. വേണ്ട, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല പല്ലവി, കാരണം അയാള് കള്ളത്തരം വീണ്ടും എന്നോട് ആവർത്തിക്കുവാണെങ്കിൽ എനിക്ക് പലതും ചെയ്യേണ്ടതായിട്ട് വരും, നീ വരണ്ടാന്ന് പറഞ്ഞു. പല്ലവി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വരാന്ന് പറഞ്ഞേ, എനിക്ക് വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി ഒടുവിൽ അവരോടൊപ്പം പോവുകയാണ്. ഈ സമയത്ത് ശ്രീഹരി പൂർണിമയെ വിളിക്കുകയാണ്. ശ്രീഹരി പൂർണിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. ഞാനും അച്ഛനമ്മമാരാൻ പോവാന്ന് പറയണ. പക്ഷെ പൂർണിമയ്ക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പൂർണിമയ്ക്ക് ആ പാട്ട് ടെൻഷനായിരുന്നു. സേതുവും പല്ലവിക്കും അങ്ങോട്ട് മേലെടുത്ത് വീട്ടിലേക്ക് പോയിരിക്കല്ലേ. എന്താ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു കേട്ടിട്ട് അമ്മയ്ക്കൊരു സന്തോഷം ഇല്ലാത്ത പോലെയാണല്ലോ. അത് പിന്നെ ശ്രീഹരി, എടാ മോനൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണ. പ്രശ്നം? എന്ത് പ്രശ്നം? പിന്നീട് മയൂരി അവിടെ വന്നതും അതിനുശേഷം പറഞ്ഞതും സേതുവും പല്ലവിയും മയൂരിയും കൂടെ മേലെടുത്ത് വീട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് നല്ല പേടിയുണ്ട്, സേതു ഇനി അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, അയാളൊരു ദുഷ്ടനാമേ, എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു ഹൃദയം കൂടെ അങ്ങോട്ട് വരുന്നേ. ആഹാ, അമ്മായിമ്മയോട് വിളിച്ച് സംസാരിക്കുമായിരുന്നു എന്ന് ഹൃദയ ചോദിച്ചു. അമ്മായിമ്മ എന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? ആ സമയം ശ്രീഹരി കോള് കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അതല്ല, പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, വീട്ടിലേക്ക് പോവാനായിട്ടാ? എന്താ ഋതു, വീട്ടിലേക്ക് പോകണ്ടേ? അല്ല അതല്ല, ഇപ്പൊ നമ്മൾ വീട്ടിലേക്കല്ല പോണ്ടേ, മേലെ അടുത്തേക്ക് നമുക്ക് പോവാം. ഒരുപക്ഷെ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലോ. അച്ചു പറഞ്ഞു, ഋതു നിന്റെ ഈ അവസ്ഥയില് ഏതവസ്ഥ? ഇതൊന്നും ഒരു അവസ്ഥയല്ല, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളതാ. കുഞ്ഞിനെന്തേലും സംഭവിക്കുകയാണെ സംഭവിച്ചോട്ടെ, എനിക്കതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ മേലെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് വേണുഗോപാൽ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു. എടാ ഇങ്ങോട്ട് വരാൻ പറയണം. സെക്യൂരിറ്റിക്കാരൻ വന്നു. അതെ, ഇങ്ങോട്ടേക്ക് ആരും കടത്തി വിട്ടേക്കരുതെന്ന് പറഞ്ഞു. അതെന്താ സാർ? പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പിന്നെ മയൂരി വന്നാൽ മാത്രം അവളെ കടത്തി വിട്ടേരെ, മയൂരിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ കടത്തി വിടാം, അവരെയും വേണ്ടാന്ന് പറയണം. ശൈലജയ്ക്കൊന്നും മനസ്സിലായില്ല. ആരെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിലും അവരെ പുറത്തു നിർത്തണം, മയൂരിയെ മാത്രം കടത്തി വിടാവുള്ളൂ. ശരി സാറെന്ന് പറഞ്ഞു.
പിന്നീട് വേണുഗോപാൽ അകത്തേക്ക് എന്നിട്ട് അവിടെ ഡ്രോ വലിച്ചു തുറന്ന് അതിനകത്തൊരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് എടുക്കുവാണ് രണ്ടും കൽപ്പിച്ച്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.